ആലപ്പുഴ പണ്ട് മുതൽക്കേ ഈ പനികൾക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാക്ടീരിയൽ രോഗങ്ങൾക്കും മറ്റും വളരെയേറെ കുപ്രസിദ്ധി നേടിയ ഒരു പ്രദേശമാണ്. എലിപ്പനി പ്രത്യേകിച്ചും ആലപ്പുഴയിൽ വലിയൊരു മാരകമായിട്ടുള്ള രീതിയിൽ ഉണ്ടാവുകയും നിരവധി ആൾക്കാരുടെ മരണത്തിനും മറ്റും കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടനാടൻ മേഖലയിലും അതോടൊപ്പം തന്നെ വെള്ളവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികളുടെ ഇടയിലും മറ്റുമാണ് എലിപ്പനി കൂടുതലായിട്ടും കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എലിപ്പനിക്ക് കൃത്യമായിട്ടുള്ള മരുന്ന് നമുക്കുണ്ട്, ഇതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധ ചികിത്സയും നമുക്കുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും പനി ബാധിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ വൈറൽ പനിയാണെന്ന് വിചാരിച്ച് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലും മറ്റും പോയി സ്വയം ചികിത്സ ചെയ്ത് ആ ചികിത്സ വൈകുന്നതാണ് പലപ്പോഴും എലിപ്പനിയും മറ്റും ഗുരുതരമാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. എലിയുടെ മൂത്രത്തിലൂടെ പുറത്തു വരുന്ന രോഗാണുക്കൾ നമ്മുടെ കൈകാലുകളിലുള്ള ചെറിയ മുറിവുകളിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഈ എലിപ്പനി ഉണ്ടാകുന്നത്. ഈ പനി ചിലപ്പോൾ വൈറൽ പനിയുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് വരും. എങ്കിൽ പോലും ചില പ്രത്യേക ലക്ഷണങ്ങൾ എലിപ്പനിയുടെ സവിശേഷ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പനി വളരെ ശക്തമായിരിക്കും, ശക്തമായിട്ടുള്ള തലവേദന, പേശിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കണ്ണിന് മഞ്ഞ നിറമുണ്ടാവുക, കണ്ണിന് ചുവന്ന നിറമുണ്ടാവുക, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ, ഇതെല്ലാം എലിപ്പനിയുടെ സവിശേഷ ലക്ഷണങ്ങളാണ്. ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പനി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും അമാന്തിക്കാതെ തന്നെ വൈദ്യസഹായം തേടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം എലിപ്പനി പോലെ തന്നെ ആലപ്പുഴയിൽ ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം കൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണല്ലോ ഡെങ്കിപ്പനി. കൊതുകുകൾ ധാരാളമുള്ള പ്രദേശമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഡെങ്കിപ്പനിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റുകളുടെയും നമ്മുടെ രക്ത അണുക്കളുടെയും കോശങ്ങളുടെയൊക്കെ എണ്ണം, സെൽസിൻ്റെ എണ്ണം കുറയുന്ന, പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നൊരവസ്ഥ ഉണ്ടായിട്ട് മാരകമായിട്ടുള്ള രക്തസ്രാവം, ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഡെങ്കിപ്പനി ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് ഈ പനിയോടൊപ്പം തന്നെ ചർമ്മത്തിൽ പാടുകൾ പ്രത്യക്ഷപ്പെടുക, കണ്ണിന് പുറകുവശത്തുള്ള വേദന, ഇതെല്ലാം ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. കൂടാതെ ഇപ്പോൾ ചെള്ളുപനി എന്ന് പറയുന്ന ഒരു പുതിയ പനിയും പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും പനിയോടൊപ്പം തന്നെ ചർമ്മത്തിൽ പാടുകൾ ഉണ്ടാവുക, ഈ ചില ചെള്ളുകൾ കടിക്കുമ്പോഴാണ് ഈ പനി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം പനികളെക്കുറിച്ച് നമ്മൾ ജാഗ്രത ഉണ്ടാകണം. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പനി പടർന്നു പിടിക്കാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പനി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വയം ചികിത്സ ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. അതോടൊപ്പം തന്നെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊന്നും വരേണ്ട കാര്യമില്ല. തൊട്ടടുത്ത ക്ലിനിക്കുകളിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ കുടുംബ ഡോക്ടറെയോ കണ്ട് ആവശ്യമായിട്ടുള്ള ചികിത്സ തേടുക. സ്വയം ചികിത്സ പലപ്പോഴും രണ്ട് തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒന്ന്, ശരിയായിട്ടുള്ള പനിയുടെ ലക്ഷണങ്ങൾ അത് മാറ്റുന്നു, രോഗനിർണയത്തിന് തടസ്സമുണ്ടാക്കുന്നു. കൂടാതെ ആൻറ്റിബയോട്ടിക്കുകളുടെയും മറ്റും അമിത ഉപയോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ ഉടൻ തന്നെ ആശുപത്രിയിലോ അല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ ക്ലിനിക്കുകളിലോ പോയിട്ട് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സഹായം നേടുക എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ ഉറപ്പ് പദ്ധതികളുമായിട്ട്